ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ശ്രീരാമ കഥാ ദിവസം 24. ഇന്നത്തെ വിഷയം ലങ്കാദഹനം, സീതാദേവിയുടെ അനുഗ്രഹം, ഹനുമാന്റെ മടക്കം. പ്രിയപ്പെട്ട ബന്ധുക്കളെ, ഇന്നലെ ഹനുമാൻ അശോകവനം നശിപ്പിച്ചതും രാവണന്റെ സൈന്യത്തെ പരാജയപ്പെടുത്തിയതും ഇന്ദ്രജിത്തിന്റെ ബ്രഹ്മാസ്ത്രത്തെ മാനിച്ച് സ്വയം ബന്ധിക്കപ്പെട്ട് രാവണന്റെ സദസ്സിലെത്തിയതും നാം കേട്ടു. ഇന്ന് ഹനുമാന്റെ ലങ്കാ ദൗത്യത്തിലെ അത്ഭുതകരമായ അധ്യായമാണ്. ഹനുമാനെ കൊല്ലണമെന്ന് രാവണൻ കൽപ്പിച്ചപ്പോൾ വിഭീഷണൻ പറഞ്ഞു, ദൂതനെ കൊല്ലുന്നത് ധർമ്മവിരുദ്ധമാണ്. അതിനാൽ രാവണൻ ശിക്ഷയായി ഹനുമാന്റെ വാലിൽ തീ കൊളുത്താൻ ഉത്തരവിട്ടു. രാക്ഷസന്മാർ വസ്ത്രങ്ങളും എണ്ണയും ഉപയോഗിച്ച് ഹനുമാന്റെ വാലിൽ തീ കൊളുത്തി. ലങ്കയിലെ ജനങ്ങൾ അത് കാണാൻ കൂട്ടം കൂടി. പക്ഷേ ഹനുമാൻ ഭയപ്പെട്ടില്ല. അദ്ദേഹം മനസ്സിൽ ശ്രീരാമനെയും സീതാദേവിയെയും സ്മരിച്ചു. അഗ്നി തൻ്റെ വാലിൽ പടർന്നപ്പോൾ ഹനുമാൻ പെട്ടെന്ന് തൻ്റെ ശരീരം ചെറുതാക്കി ബന്ധനങ്ങളിൽ നിന്ന് മോചിതനായി. പിന്നീട് ഒരു കൊട്ടാരത്തിൻ്റെ മുകളിൽ ചാടി അവിടെ നിന്ന് മറ്റൊരു കൊട്ടാരത്തിലേക്ക്. അങ്ങനെ ഹനുമാൻ തൻ്റെ ജ്വലിക്കുന്ന വാലുപയോഗിച്ച് ലങ്കയിലെ പല ഭാഗങ്ങളിലും തീ വളർത്തി. സ്വർണലങ്ക അങ്ങനെ അഗ്നിജ്വാലകളിൽ മുങ്ങി. രാക്ഷസന്മാർ ഭയന്നോടി. ഹനുമാൻ മനസ്സിൽ ചിന്തിച്ചു, ഇത് എൻ്റെ കോപത്തിന് വേണ്ടിയല്ല, അധർമ്മത്തിൻ്റെ അഹങ്കാരത്തിന് ലഭിക്കുന്ന മുന്നറിയിപ്പാണ്. എന്നാൽ ഉടൻ തന്നെ അദ്ദേഹത്തിൻ്റെ മനസ്സിലൊരു ആശങ്കയുണ്ടായി. അയ്യോ, ലങ്കയ്ക്ക് തീ പിടിപ്പിച്ചപ്പോൾ സീതാമാതാവിന് എന്തെങ്കിലും സംഭവിച്ചോ? ഹനുമാൻ ഉടൻ തന്നെ അശോകവനിയിലേക്ക് തിരിച്ചെത്തി. അവിടെ സീതാദേവി സുരക്ഷിതയാണെന്ന് കണ്ടപ്പോൾ അദ്ദേഹത്തിന് ആശ്വാസമായി. ഹനുമാൻ കൈകൂപ്പി പറഞ്ഞു, മാതാവേ, ഞാനിനി ശ്രീരാമൻ്റെ അടുത്തേക്ക് മടങ്ങുകയാണ്. അങ്ങയുടെ സന്ദേശം ഞാൻ അദ്ദേഹത്തെ അറിയിക്കും. സീതാദേവി അനുഗ്രഹിച്ചു. ഹനുമാനെ, ശ്രീരാമൻ്റെ അടുക്കൽ സുരക്ഷിതമായി എത്തുക. എൻ്റെ സ്ഥിതി അദ്ദേഹത്തിനോട് അറിയിക്കണം. ഹനുമാൻ സീതാദേവിയെ പ്രദക്ഷിണം ചെയ്ത് പ്രണാമം ചെയ്തു. ഹനുമാൻ മഹേന്ദ്രപർവ്വതത്തിലെത്തി. അവിടെ നിന്ന് വീണ്ടും മഹാസമുദ്രത്തിലേക്ക് മഹാചാട്ടം ചാടി. അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഒരേ ഒരു ചിന്തയേ ഉണ്ടായിരുന്നുള്ളൂ, ശ്രീരാമൻ്റെ അടുക്കൽ ഉടൻ എത്തണം. വാനരന്മാർ കാത്തിരുന്ന സ്ഥലത്ത് അദ്ദേഹം തിരിച്ചെത്തി. അദ്ദേഹത്തെ കണ്ടത് മാത്രം എല്ലാവരും ആഹ്ലാദത്തോടെ വിളിച്ചു, ജയ് ഹനുമാൻ. ഹനുമാൻ ആദ്യം ശ്രീരാമൻ്റെ പാദങ്ങളിൽ വീണു. പിന്നീട് കൈകൂപ്പി പറഞ്ഞു, പ്രഭോ, സീതാമാതാവിനെ ഞാൻ കണ്ടു. ഈ വാക്കുകൾ കേട്ട നിമിഷം ശ്രീരാമൻ്റെ കണ്ണുകൾ നിറഞ്ഞു. ഹനുമാൻ സീതാദേവി നൽകിയ ചൂടാമണി ശ്രീരാമൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു. അത് കണ്ട ശ്രീരാമൻ സീതയെ ഓർത്ത് വികാരാധീനനായി. ഹനുമാൻ സീതയുടെ സന്ദേശവും അറിയിച്ചു. ശ്രീരാമൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി. ഹനുമാന്റെ സേവനം കേട്ട ശ്രീരാമൻ പറഞ്ഞു, ഹനുമാനെ, നീ ചെയ്ത ഉപകാരത്തിന് തക്ക പ്രതിഫലം നൽകാൻ എനിക്ക് കഴിയില്ല. ശ്രീരാമൻ ഹനുമാനെ സ്നേഹത്തോടെ ആലിംഗനം ചെയ്തു. ഹനുമാന്റെ കണ്ണുകളിൽ ആനന്ദാശ്രു നിറഞ്ഞു. അദ്ദേഹത്തിന് ലോകത്തിലെ ഏറ്റവും വലിയ സമ്മാനം ശ്രീരാമൻ്റെ ആലിംഗനം തന്നെയായിരുന്നു. ഹനുമാൻ ലങ്കാദഹനം വെറും ഒരു യുദ്ധസംഭവമല്ല. ഹനുമാന്റെ ആ ലങ്കാദഹനം അധർമ്മത്തിൻ്റെ അഹങ്കാരം എത്ര വലുതായാലും ധർമ്മത്തിൻ്റെ ഒരു ചെറിയ തീപ്പൊരി അതിനെ ഇല്ലാതാക്കും എന്ന സന്ദേശമാണത്. അതിലും പ്രധാനമായിട്ട് ഹനുമാൻ ചെയ്ത മഹത്തായ സേവനത്തിന് പ്രതിഫലം ചോദിച്ചില്ല. സേവനം തന്നെയായിരുന്നു അദ്ദേഹത്തിൻ്റെ ആനന്ദം. ഹേ ശ്രീരാമ, ഹനുമാനെ പോലെ പ്രതിഫലം പ്രതീക്ഷിക്കാതെ സേവിക്കാനുള്ള മനസ്സ് ഞങ്ങൾക്ക് നൽകണമേ. അധർമ്മത്തെ ഭയപ്പെടാതെ ധർമ്മത്തിൻ്റെ വഴിയിൽ നടക്കാനും നിന്റെ നാമം എല്ലായ്പ്പോഴും ഹൃദയത്തിൽ സൂക്ഷിക്കാനും അനുഗ്രഹിക്കണമേ. ശ്രീരാമ ജയ് രാമ ജയ് ജയ് രാമ, ശ്രീരാമ ജയ് രാമ ജയ് ജയ് രാമ, ശ്രീരാമ ജയ് രാമ ജയ് ജയ് രാമ. സീതാദർശനത്തിൻ്റെ വാർത്ത, രാമസേതുവിനുള്ള ഒരുക്കം, സമുദ്രതീരത്ത് ശ്രീരാമൻ്റെ പ്രാർത്ഥന, സമുദ്രദേവൻ്റെ പ്രത്യക്ഷം, ഇതൊക്കെ നമുക്ക് നാളെ കേൾക്കാം.
ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ.